അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് സോസേജ് കട്ട് ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. നമ്മൾ സോസേജ് കട്ട് ചെയ്തു. ഇനി പച്ചമുളകാണ് വേണ്ടത്. ഒരു 5-6 പച്ചമുളക് എടുക്കുക. എരിവിനനുസരിച്ചിട്ട് നോക്കിയിട്ട് എടുക്കാം. എന്നിട്ട് നീളത്തിൽ കട്ട് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് നമ്മൾ പാൻ വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏത് ഓയിലാണുള്ളത് അത് കുറച്ച് ഒരു ചെറുതായിട്ടൊന്ന് നനയാവുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ ഓക്കെ ഉണ്ട്. നമ്മൾ സിമ്മിലിട്ടിട്ട് ഈ സോസേജ് അതിലിട്ട് കൊടുക്കാം. സോസേജും ബാക്കി വരുന്ന പച്ചമുളകും മൊത്തം ഇതിലിട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഇത് ഒരു മീഡിയം തീയിലിടാം. മീഡിയം തീയിലിട്ടിട്ട് ഇതൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയാൽ മതി. അതിനുശേഷം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് ഒന്ന് ചെറിയൊന്ന് വറുത്തുകൊണ്ടിരുന്നില്ല. ചോറിൻ്റെ കൂടെയൊക്കെ നന്നായി കഴിക്കാം. പിള്ളേർക്കൊക്കെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാവും. ആദ്യം ഒന്ന് കുറച്ച് നേരം കഴിക്കുകയെങ്കിലും ഇടാം. അതിനുശേഷം പിന്നെ സിമ്മിക്കിട്ടാൽ മതി കേട്ടോ. ഇതൊന്ന് സെറ്റാവാനുള്ള ഒരു ടൈം മാത്രം നമ്മൾ പാട്ടിന് ശരിക്കിരിക്കുന്നത്. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ചെറുതായിട്ട് കളർ മാറിയിട്ട് വന്നിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇടയ്ക്ക് ഇനി ചെറുതായിട്ട് സിമ്മൊന്ന് കുറച്ചിടാം കേട്ടോ. ഇടയ്ക്കൊന്ന് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. എല്ലാ ഭാഗത്തേക്കൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട്. ഇതിൽ ഉപ്പൊന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. ഓൾറെഡി ഇതിൽ ഉപ്പ് ഉണ്ടാവും. ഉപ്പൊന്നും ഇടേണ്ട ആവശ്യമില്ല. നമ്മൾ തീയെ സിമ്മിലേക്ക് ഇട്ടിട്ട് ഇനി ആക്കിയാൽ മതി കേട്ടോ. 10-15 മിനിറ്റ് നേരം സിമ്മിലിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് കൂടി വെച്ച് കഴിഞ്ഞാൽ സംഭവം സെറ്റാണ്. നന്നായി വറക്കണ്ട. ഒരു ഏകദേശം ബ്രൗൺ കളർ പോലെ ഒന്ന് ആയി കിട്ടിയാൽ മതി. സംഭവം സെറ്റാണ്. അപ്പോൾ നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. ഓക്കെ, നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. ഓക്കെ, ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ്. ഒറ്റയ്ക്ക് ഫുഡിൻ്റെ കൂടെ കഴിച്ചാൽ വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല. പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടമാവും. ഓക്കെ.